GST സ്ഥാപക നേതാവും പറവൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന GA മേനോന്റെ സ്മാരകമായി സ്കൂളിൽ നിർമ്മിച്ച സ്പോർട്സ് ഹബിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. UST സ്ഥാപക ഡയറക്ടറും പറവൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന GA മേനോൻ സ്മാരകമായി സ്കൂളിൽ നിർമ്മിച്ച സ്പോർട്സ് ഹബിന്റെ ഉദ്ഘാടനം നടന്നു. സ്കൂളിന്റെ ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ചാണ് 35 ലക്ഷം രൂപ ചിലവിൽ UST കമ്പനി ഗ്രൗണ്ട് നിർമ്മിച്ചത്. ജില്ലയിലെ തന്നെ സർക്കാർ വിദ്യാലയങ്ങളിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഗ്രൗണ്ടാണിത്. അത്ലറ്റിക് ട്രാക്ക്, ഫുട്ബോൾ ഗ്രൗണ്ട്, വോളിബോൾ കോർട്ട്, ലോങ് ജമ്പ് പിറ്റ് എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തൊട്ടപ്പുറത്തുള്ളത് 1 കോടി രൂപ, അത് 1.5 കോടി രൂപയിൽ അവസാനിക്കുള്ളൂ. പുതിയ ഹോള് സ്കൂളിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഹോള് തൊട്ടപ്പുറത്ത് തറക്കല്ലിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. താഴെ ഞാൻ പണ്ട് പണിതാണ്. ഇപ്പോൾ MP മോളിൽ 60 ലക്ഷം രൂപ മുടക്കി പുതിയ കെട്ടിടം പണിതിരിക്കുകയാണ്. ഇപ്പം ഗ്രൗണ്ടുമായി എല്ലാം ചേർന്ന് നമുക്കൊരു വളരെ നല്ല ഒരു സ്ഥാപനം. അപ്പോൾ സ്കൂളിലെ എല്ലാ കാര്യത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാകും. ഹൈബീഡൻ MP വോളിബോൾ കോർട്ടും മുൻ അർജുന അവാർഡ് ജേതാവ് IM വിജയൻ ഫുട്ബോൾ ഗ്രൗണ്ടും ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിൽ നിന്ന്, പറവൂരിൽ നിന്ന് ഈ സ്കൂളിലും ഈ പരിസര പ്രദേശങ്ങളിലും പഠിച്ചുപോയ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും മോണിറ്ററി ടേംസിൽ അളക്കാൻ കഴിയാത്തതിലും അപ്പുറം ചീഫ് ജസ്റ്റിസായി, സുപ്രീം കോടതി ജസ്റ്റിസായി, അതുപോലെ തന്നെ ഇതുപോലുള്ള കമ്പനീസിന്റെ ഫൗണ്ടേഴ്സായി, അങ്ങനെ അടിസ്ഥാന വിദ്യാഭ്യാസം നേടി ഇവിടെ നിന്ന് പോയ ഒരുപാട് തലമുറകൾ സമൂഹത്തിന്റെ വിവിധ ശ്രേണികളിൽ അവർ സംഭാവനകളായി നൽകിയാണ്. അവരുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അവർ തിരിച്ച് ഈ സ്കൂളിനേക്ക് നൽകിയത്. ഇങ്ങനൊരു റെഡിക്കൊരു 11s കളിക്കാം ഈ ഗ്രൗണ്ട്. അത്രയും വലിയൊരു ഗ്രൗണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു സ്കൂളിലും അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ അതിൽ പുല്ലോ അല്ല ഒരു ടർഫ് ഗ്രൗണ്ട് ഇട്ടാൽ ഇന്ത്യയിലല്ല കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ഗ്രൗണ്ട് ആവാൻ വഴിയുണ്ട്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. അല്ല, ആ ഗ്രൗണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലെ ആ ഗ്രൗണ്ട് സാറിൻ്റെ കൂടെ നിന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അജി എന്നുണ്ട്. അവൻ്റെ മക്കൾക്ക് മനസ്സിലാവണം, കുറച്ച് പഠിക്കാനുള്ളത്. UST ചീഫ് വാല്യൂ ഓഫീസർ സുനിൽ ബാലകൃഷ്ണൻ ഫലകം അനാച്ഛാദനം ചെയ്തു. മുൻ MP KP ധനപാലൻ, മുൻ മന്ത്രി S ശർമ്മ, MJ രാജു, TV നിതിൻ, KJ ഷൈൻ, സജി നമ്പ്യത്ത്, EG ശശി, രമേശ് D കുറുപ്പ്, ഹെഡ്മിസ്റ്റർ സിനി AS, പ്രിൻസിപ്പൽ സുനിൽ കുമാർ VK, CS ദിബിൻ ദാസ്, ശില്പ മേനോൻ, B അനിൽകുമാർ, ജോസ് തോമസ് എന്നിവർ സംസാരിച്ചു. പുതിയൊരു പഠന രീതിയായ IQED സിസ്റ്റത്തിൽ R അജി അവതരിപ്പിച്ച പരിപാടി അതിഥികളെയും വിദ്യാർത്ഥികളെയും അത്ഭുതപ്പെടുത്തി. കാണികൾ പറഞ്ഞ 50 അക്കങ്ങൾ ബോർഡിൽ എഴുതിയ ശേഷം 30 സെക്കൻഡ് കൊണ്ട് മനഃപ്പാഠമാക്കിയ ശേഷം ഒന്നൊഴിയാതെ കാണികളെ പറഞ്ഞു കേൾപ്പിച്ചു. ഓരോ അക്കങ്ങളുടെ സ്ഥാനവും എവിടെയെല്ലാമാണെന്നും മനഃപ്പാഠമായി പറഞ്ഞു. 2 മിനിറ്റിൽ ഇക്കാര്യം നിർവഹിക്കുന്ന വിദ്യാർത്ഥിയുടെ ജീവിതകാലം മുഴുവനുമുള്ള പഠന ചിലവ് ഏറ്റെടുക്കാമെന്ന പന്തയമുണ്ടായെങ്കിലും ആരും പന്തയത്തിന് തയ്യാറായില്ല.